അത് നോക്കിയാൽ അറിയാം കർത്താവാക്കിയ വേലക്കാരാണോ ഇത് ശുശ്രൂഷിക്കുന്നത്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനുള്ള പരിജ്ഞാനത്തിൽ ഐക്യത പ്രാപിക്കുന്നു, തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുന്നു, സകലത്തിലും ക്രിസ്തു എന്ന തലയോടൊപ്പം വളരുവാൻ ഇടയാവുന്ന. എവിടെ വളരുന്നു? ഐക്യത എവിടെ? എവിടെ ആത്മീയ വളർച്ച പ്രാപിച്ച് പുരുഷത്വം പ്രാപിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ തലയോടൊപ്പം ആര് വളർന്നു? ആത്മീയന്മാരെന്തി? എല്ലാം ജഡിയന്മാരില്ല. അതിന്റെ കാരണം വേലക്കാരൻ. ദൈവവാക്യ വേലക്കാര് ശുശ്രൂഷിച്ചാൽ അവർ സകലത്തിലും ക്രിസ്തുവിന്റെ തലയോടൊപ്പം വളരും. ഏറിയാൽ ഒരു ശുശ്രൂഷകനായ 3 വർഷം 3.5 വർഷം മതി എന്നാണ്. അപ്പൊ ഒരു ശുശ്രൂഷകനെ പോലും ദൈവത്തിന് വാർത്തെടുക്കാൻ 3.5 വർഷം മതിയെങ്കിൽ ഒരു കർത്താവിന്റെ ഒരു വിശ്വാസിയെ യഥാർത്ഥത്തിൽ വചനം സത്യവചനം കേട്ടോണ്ടിരുന്ന അവൻ എളുപ്പം ആത്മീയനാവും. വർഷങ്ങൾ വേണ്ട, അധിക വർഷങ്ങളൊന്നും വേണ്ട. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവചനം സ്ഥിരമായി കേൾക്കണം. ഇത് കേട്ടിട്ട് വേറെ കേൾക്കാൻ പോയി അവിടെ ഇത് പറ്റുന്നത്. ഈ സത്യം 3.5 അല്ല 7.5 വർഷവും കേട്ടു. അതിന്റെ ഇടയ്ക്ക് അനിത ഉപദേശം പോയി കേൾക്കും. അപ്പൊ ഇതെങ്ങും സ്ഥിരമായി 3-4 വർഷം ഈ പ്രമാണം കേട്ടുകൊണ്ടിരുന്നാൽ, അനുസരിക്കാൻ ശ്രമിച്ചാൽ അവൻ ആത്മീയനായി മാറും. അത് ആ വ്യക്തിയോ ആ സഭയോ കണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കർത്താവ് ആക്കിയ വേലക്കാരാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചില്ല, അല്ലേ ഉദ്ദേശമൊന്നുമില്ല. കർത്താവ് തരണോ എനിക്ക്, ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അല്ലേ ഞാൻ മത്തായിയുടെ 28-ാമത്തെ നിന്ന് തുടങ്ങാം. എളുപ്പം പുസ്തകമൊന്നും എടുക്കണ്ട. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചാക്കണമെന്നല്ലേ? അങ്ങനെ ചെയ്യുന്നവരെ കർത്താവിന്റെ വേലക്കാർ എവിടെ ചെയ്തു? ആ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ സഭയെ, കർത്താവിന്റെ ദൈവമക്കളെ അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ അവൻ കർത്താവാക്കിയവനാ. എവിടെ പഠിപ്പിക്കുന്നു? അതാണ് ആദിമസഭയിൽ അവര് ചെയ്തത്. അപ്പോസ്തലന്മാര് അവര് ചെയ്താൽ മതി. നമ്മൾ അതിന്റെ മുകളിൽ പോകണ്ട. താഴെ പോയാൽ കുഴപ്പമൊന്നുമില്ല. മുകളിലോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തു. മുകളിലോട്ട് പോയാൽ പിന്നെ അനിതാ ഉപദേശമായി അതിര് കടന്നു പോവുക. ക്രിസ്തുവിന്റെ ഉപദേശം നിലനിൽക്കുന്നില്ല. ഉപദേശം അതിനകത്തുണ്ട്. അപ്പോസ്തലന്മാര് പറഞ്ഞതിനകത്ത് മുഴുവൻ ഉപദേശമുണ്ട്. ഒരു വ്യക്തിക്ക് സകലത്തിലും ക്രിസ്തു എന്ന തലയോടൊപ്പം വളർന്നു വരുവാനുള്ള സകല വചനമെന്ന മായമില്ലാത്ത പാലും ഈ ലേഖനങ്ങളിൽ കടപ്പുണ്ട്. വേറൊരു പുസ്തകത്തിൽ നിന്ന് ഒരു വാക്കും എടുക്കണ്ട, വേറൊരു പുസ്തകവും നമ്മൾ വായിക്കണ്ട. ഇത് മാത്രം വായിച്ചുകൊണ്ടിരുന്ന അനുസരിച്ചാൽ മതി, നമുക്ക് വിശുദ്ധി പ്രാപിക്കാം. ഇത് വായിക്കുകയോ അനുസരിക്കുകയും ചെയ്യാതെ ഈ പുസ്തകങ്ങൾ മുഴുവൻ ആത്മീയരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജഡിയന്മാരായ ലോകമക്കൾ എഴുതിയ, ജ്ഞാനികൾ എഴുതിയ പുസ്തകം വായിച്ച് പഠിച്ചിട്ട് അത് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ജനം മുഴുവൻ ലൗകികന്മാരായി നശിച്ചുകൊണ്ടിരിക്കുക. അത് ഈ ലേഖനങ്ങളിൽ മാത്രമേ ഉള്ളൂ ജീവന്റെ വചനം. സുവിശേഷവാദം ജീവന്റെ വചനം, അപ്പസ്തോല പ്രവൃത്തി ജീവന്റെ വചനമാ, ലേഖനങ്ങളും ജീവന്റെ വചനമാണ്. അതിനകത്ത് നിന്നാ മതി, വേറെ എങ്ങും പോകണ്ട. ഈ ഒറ്റ പുസ്തകം മതി നമുക്ക് ജീവിക്കാൻ. ഈ സത്യവേദ പുസ്തകം, വേറൊരു പുസ്തകം വായിക്കരുത്. ന്യൂസ് പേപ്പർ പോലും വായിക്കാതിരുന്ന അത്ര നല്ല. ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാറില്ല, ന്യൂസ് കാണാറില്ല. കാരണം അതെല്ലാം നമ്മുടെ തലയിലോട്ട് കയറും. ദൈവം അങ്ങനെ ആക്കിയതാ. ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചില്ല, അറിയാതെ ഉപേക്ഷിക്കപ്പെട്ടു. കഴിയുന്നത് നമ്മൾ ഈ ന്യൂസ് ലോകത്തിന്റെ അല്ലേ, അതല്ല ലോകത്തിന്റെ ജ്ഞാനം അല്ലേ നമ്മൾ ഈ ന്യൂസ് പേപ്പറിലും പുസ്തകത്തിലും എല്ലാം വായിക്കുന്നത്. അത് മോശത്വമല്ലേ ദൈവത്തിന്? പിന്നെ നമ്മൾ എന്തിനാണ് അറിയുന്നത്? ഇവിടെ നാളെ വെള്ളം പൊങ്ങി നശിക്കാൻ പോകും. നശിക്കട്ടെ, കർത്താവ് വേണേ രക്ഷിക്കട്ടെ. നമ്മളത് ഓർത്ത് പേടിക്കുന്നത് എന്തിനാ? നമ്മൾ ഈ ജീവന്റെ വചനത്തിൽ നിന്നു കർത്താവ് നമ്മളെ സൂക്ഷിച്ചോളൂ. എവിടെ സൂക്ഷിച്ചോളൂ. ഭാരവും വേണ്ട, ചിന്തയും വേണ്ട, ഒന്നും വേണ്ട. അവൻ നമുക്കായി കരുതുന്നതായ സകല ചിന്താകളോ അവന്റെ മേൽ ഇട്ടുകൊള്ളുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ചുമ ദൈവവചനമൊന്നും പറഞ്ഞല്ലേ, ദൈവ കൽപ്പനയാണ്. ദൈവം സഭയോട് കൽപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി, സഭയോടാ പറയുന്നത്, വിശുദ്ധന്മാരോടാ പറയുന്നത്, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരും കൂടെ അരുളി ചെയ്യുന്നു, കൽപ്പിക്കുന്നു. അവൻ നിന്നെ രക്ഷിച്ച കർത്താവ്, രക്ഷകൻ കരുതുന്നുണ്ടെന്ന്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അതും ഒരു ഭാഗത്തുണ്ട്. അതാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ജീവനുള്ളതും തരുന്നുണ്ട്. ജീവന് ഭക്തിക്കുള്ള ദാനമായി തരുന്നു. യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചാലേ കിട്ടൂ. ക്രിസ്തുവിന്റെ ഉപദേശം അനുസരിക്കുന്ന ഒരു വ്യക്തി
ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ പിതാവായ ദൈവത്തെ അനുസരിക്കുന്നു. യേശുവിനെ അനുസരിക്കണമെങ്കിൽ യേശു അയച്ച ശിഷ്യന്മാർ പറയുന്ന ക്രിസ്തുവിന്റെ ഉപദേശമാണ്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവർ മാത്രമേ ദൈവത്തെ അനുസരിക്കുന്നുള്ളൂ. അല്ലാത്തവരാരും ദൈവത്തെ അനുസരിക്കുന്നില്ല. അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ല. അങ്ങനെ ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം ജീവിക്കുന്ന വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാൻ ദാനമായി തരുമെന്ന് അവർ. ദാനമായി നമുക്കൊരാൾ തരാൻ പോകുന്നു. ചോദിക്കേണ്ടത്, എനിക്കൊരാൾ ദാനമായി തരണമെന്ന് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടു തന്നോളൂ, നമ്മൾ വിണ്ടുപോലും അല്ല, ദാനമായി തരും. ഭൗതിക കാര്യങ്ങളെ പറ്റി അവിടെ പറഞ്ഞു, ലോകത്തിലെ ആവശ്യമുള്ള കിട്ടുമെന്ന് യേശു പറഞ്ഞ മുമ്പേ ഒരു രാജ്യവും നീതി അന്വേഷിക്കുമ്പോ ഇവ കിട്ടുമെന്നാ പറഞ്ഞത്. എങ്ങനെ രാജ്യത്തിന്റെ നീതി അന്വേഷിക്കണമെന്ന് യേശു പഠിപ്പിച്ചു? ഇല്ല, യേശുവിന് അറിയത്തില്ലേ? അറിയാം. എന്താ പഠിപ്പിക്കാൻ? സഭയില്ലെന്ന്. സഭയിൽ യേശു ജീവിച്ചിരിക്കുമ്പോ ദൈവസഭ, ക്രിസ്തു തലയായിരിക്കുന്ന സഭ ഇല്ല. ക്രിസ്തു തലയായിരിക്കുന്ന ശരീരമായ ദൈവത്തിന്റെ സഭ, പുതിയ നിയമ സഭ യേശു ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ ഇല്ല. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ ദാനമായ ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുത്തു. അതിനുശേഷം അപ്പസ്തലന്മാർ പ്രവർത്തിച്ച ശേഷമാണ് സഭ ഉണ്ടാകുന്നത്. ആ സഭയോട് യേശു അല്ല പ്രസംഗിച്ച്, യേശു പറഞ്ഞ വചനം അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു കൊടുത്തു. അവര് സഭയോട് പ്രസംഗിച്ചു. അപ്പൊ ആരാ സഭയോട് പ്രസംഗിക്കുന്നത്? അപ്പസ്തലന്മാരാ. ക്രിസ്തുവിന് വേറെ സ്ഥാനാധിപതികളാണ്. അവർക്കാണ് ദൈവസഭയിലുള്ള സ്ഥാനം. നമ്മളായ നമുക്ക് അവര് 12 ശ്രേഷ്ഠ അപ്പസ്തലന്മാർ, അവരുടെ കയ്യിലാ പരമേൽപ്പിച്ചിരിക്കുന്നത്. അവര് പറയുന്ന വചനം മുഴുവൻ അവർ ലേഖനങ്ങൾ എഴുതി വെച്ചു. ക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് പ്രാപിക്കണോ സഭയ്ക്ക്? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ച പ്രമാണത്തെ മുറുകെ പിടിക്കാൻ അവരാ പറയുന്നത്, അപ്പസ്തലന്മാരാ പറയുന്നത്. ഞങ്ങൾ യേശുവിന്റെ ശിഷ്യന്മാരായിരുന്നു, അവർ ദൈവസഭയുടെ അപ്പസ്തലന്മാരായി. അവർ വാക്കിൽ അന്ന് പ്രസംഗിച്ചു സഭയോടെങ്കിൽ കർത്താവിന്റെ വരവരെയുള്ള ദൈവസഭയ്ക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതി വെച്ചു. അത് മുറുകെ പിടിക്കണം, അത് അതുപോലെ അനുസരിക്കണം. അതിന് കൂട്ടുചേർക്കല്ലേ, ഉപായം പ്രയോഗിക്കല്ലേ. കൂട്ടുചേർത്ത് ഉപായം പ്രയോഗിച്ചാൽ ശമിക്കപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ കൂട്ടുചേർത്ത് ഉപായം പ്രയോഗിച്ചു. ഈ ലേഖനങ്ങൾ വായിച്ചിട്ട് അതിനെ കൂട്ടുചേർത്ത് ഉപായം പ്രയോഗിച്ച് അവരുടെ ഇഷ്ടത്തിന് അതിനെ തിരിച്ചും മറിച്ചും പ്രസംഗിച്ച് ശമിക്കപ്പെട്ട് കിടക്കുന്ന അനേകർ ഇപ്പോൾ ഉണ്ട്. ഇവിടെ ഈ ഇന്ത്യയിലുണ്ട്, ഈ കേരളത്തിലുണ്ട്. ലേഖനം എടുത്തിട്ട് അവരുടെ ഇഷ്ടത്തിന് പ്രസംഗിക്കാം. ആത്മാവിലും അല്ല ബുദ്ധിയിലും, അവരുടെ ഇഷ്ടത്തിന്. ബുദ്ധിയിൽ പ്രസംഗിക്കാം, അത് അതുപോലെ ബുദ്ധിയിൽ പ്രസംഗിക്കാം, ആത്മാവിലും പ്രസംഗിക്കാം. ആത്മാവിൽ പ്രസംഗിച്ചാൽ 11 ആത്മാവിന്റെ വാളാവും. ബുദ്ധിയിൽ പ്രസംഗിച്ചാൽ നമുക്ക് അറിവ് കിട്ടും. പക്ഷെ ഇത് മറിച്ചാലോ ശപിക്കപ്പെട്ടു. ഇന്ന് അനേകരെ മറിച്ചുകൊണ്ടിരിക്കുക. ലേഖനം വായിച്ച് അതിന് എന്താ ദൈവം ആഗ്രഹിക്കുന്നത്, അപ്പസ്തലന്മാർ കൊടുക്കുന്ന കാഴ്ചപ്പാട് എന്താണെന്ന് അവർക്ക് വെളിപ്പെടുന്നില്ല. അവ വെളിപ്പെട്ടിട്ട് മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയില്ല. അവരുടെ നാശത്തിനായ ഒരു വചനത്തെ കോട്ടിക്കളയുന്നു. അവരെ പറ്റിയാ പൗലോസ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ പോയ ശേഷം ആട്ടുകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയിച്ചെന്നായി. അവരുടെ നാശത്തിനായ വചനത്തെ കൂട്ടും. അതെന്തിനാ അവർ നാശം? അവരിലേക്ക് വരിക്കുക, വ്യക്തിയിലേക്ക് വരിക്കുക. വിപരീത ഉപദേശം. അപ്പസ്തലന്മാർ പ്രസംഗിച്ചതെല്ലാം എങ്ങനെ ജനത്തെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കാം, അതായിരുന്നു നമ്മുടെ ശുശ്രൂഷ. അതിനുവേണ്ടി അവർ ദൈവകൽപ്പനകൾ, ദൈവവചനങ്ങൾ ആത്മാവിൽ പ്രസംഗിച്ചു. അത് ചെയ്യാതെ ഈ ലേഖനങ്ങൾ എടുത്തിട്ട് ആ പ്രസംഗിക്കുന്ന വ്യക്തിക്ക് ഉള്ളിലേക്ക് ജനത്തെ അടുപ്പിക്കണം. അതിന് ഈ ലേഖനങ്ങൾ ആത്മാവിൽ പ്രസംഗിക്കുന്നില്ല. അവർ കോട്ടുക വചനത്തിൽ തങ്ങളിലേക്ക് വലിച്ചു കളയും. അപ്പൊ ആ കേൾക്കുന്ന വ്യക്തിക്ക് അവിടെ സ്ഥാനം. ഇന്ന് അനേക വേലക്കാരുടെ പേരിൽ അറിയപ്പെടുന്ന സഭയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായെന്നറിയോ? ആ വ്യക്തിക്ക് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതിന്റെ കാരണം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നില്ല, വിപരീത ഉപദേശം പ്രസംഗിക്കുന്നു. അപ്പസ്തലന്മാർ പ്രസംഗിക്കുമ്പോഴല്ല അവർ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന സഭയ്ക്ക്. ഇവര് പ്രസംഗിക്കുമ്പോൾ അവരിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം അവർ പ്രസംഗിക്കുന്ന അതേ വചനങ്ങൾ എടുത്തിട്ട് അതിനെ കോട്ടുന്നുള്ളൂ, അതിനെ ഒരു ഉപായം പ്രയോഗിക്കുന്നു. അപ്പൊ ആ വ്യക്തിക്ക് അവിടെ സ്ഥാനം കിട്ടുന്നു. അങ്ങനെ വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്ന ശപിക്കപ്പെട്ട കൂട്ടങ്ങളാണ് ഇവിടെ. ശപിക്കപ്പെട്ടവരാണോ പ്രസംഗിക്കുന്നത്? അവർ മുഖത്തൻ ജനവും ശപിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ശപിക്കപ്പെട്ട് കിടക്കുന്ന കൂട്ടത്തിൽ നിന്ന് ജനത്തെ തിരഞ്ഞെടുക്കുവാൻ, ജനത്തെ രക്ഷിക്കുവാൻ കർത്താവ് വരാൻ പോകും. അതിനുവേണ്ടി സഭയെ ഒരുക്കാൻ പോകും. ഞാൻ എന്റെ സഭയെ പണി. പാതാള ഘോരങ്ങളായിപ്പോയി ഇന്ന് സഭകളുണ്ട്. ആ പാതാള ഘോരങ്ങൾക്കിടയിൽ നിന്ന് കർത്താവിന് വേണ്ടവരെ കർത്താവ് തിരഞ്ഞെടുക്കാൻ പോവാം. അതിന് പാതാള ഘോരങ്ങളാകുന്ന ഇന്നത്തെ പെന്തക്കോസ്ത് കൂട്ടങ്ങൾക്ക് പോയി
സത്യവചനത്തെ ആത്മാവിൽ ശക്തിയോടെ പ്രസംഗിക്കണം. അപ്പൊ കർത്താവ് കണ്ടവരെ അവിടുന്ന് വേർതിരിച്ചെടുക്കും. അങ്ങനെ വേർതിരിക്കുന്നവർ ചെറിയ കൂട്ടങ്ങളായി ലോകത്തിന്റെ പല ഭാഗത്തുണ്ടാകുമ്പോ അവര് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന കൂട്ടമായി മാറും. അവരുടെ ഇടയിലേക്ക് ജാതികളെയും കർത്താവ് അയക്കും. അവര് മാനസാന്തരപ്പെട്ട ആത്മാവിൽ ആരാധിക്കാൻ പോകും. അങ്ങനെ ആദിമ സഭയുടെ അവസ്ഥയിലേക്ക് കർത്താവ് സഭയെ കൊണ്ടുവരാൻ പോരുക. ഞാൻ എന്റെ സഭയെ പണിയും. പാതാളഘോരമായ കൂട്ടങ്ങൾ കർത്താവ് പൊളിക്കാൻ പോവാ. പാതാളഘോരം പണിത് വെച്ചിരിക്കുന്ന കർത്താവിന്റെ വേലക്കാരല്ല, സാത്താന്റെ വേലക്കാരെ നിങ്ങൾ സഭയെ ഇട്ടു പോ. എന്റെയാണ് സഭ, യേശുവിന്റെയാണ് സഭ. ഒരു വ്യക്തിയുടെ ഒരു സംഘടനയുടെ അല്ല, കർത്താവിന്റെ സഭയാണ്. ഹല്ലേലൂയ. കൊടിയ ചെന്നായ്ക്കയുടെ കയ്യിലാണെന്ന് സഭ. ആ ചെന്നായ്ക്കയുടെ കയ്യിൽ നിന്ന് സഭയെ വിടുവിക്കുവാൻ കർത്താവ് ശക്തന്മാരായ പ്രവാചകന്മാരെ ഇറക്കാൻ പോ സഭയിൽ. നമ്മൾ കേട്ടു, ചില യൂതായ പ്രവാചകന്മാരല്ല, അനേക വചനങ്ങളാ ജനത്തെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ആത്മാവിൽ ദൈവകൽപ്പനകൾ പറഞ്ഞ് അപ്പസ്വലന്മാരുടെ ഉപദേശം ദൈവ പരിശുദ്ധാത്മാവിൽ പ്രസംഗിച്ച് ജനത്തെ ക്രിസ്തു ഉറപ്പിച്ച് ക്രിസ്തുവിൽ സകലത്തിൽ തികഞ്ഞവരാക്കാൻ പ്രാപ്തന്മാരെ പുതിയ നിയമസഭയിലെ പ്രവാചകന്മാർ ഉണരാൻ പോകും. ലോകം മുഴുവൻ അവർ മുഖാന്തര സഭ മാനസാന്തരത്തിലേക്ക്. ഹല്ലേലൂയ. ഇന്ന് ഇപ്പൊ കാണുന്ന ഈ പെന്തക്കോസ്ത് കൂട്ടങ്ങളെ കർത്താവിന് കൊണ്ടുപോകാൻ പറ്റില്ല. അവർ അടിമനൂത്തി കിടക്കുക. ഒരു കാലത്ത് സ്വതന്ത്രരായി രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അനേകർ സ്വതന്ത്രരായി വന്നിട്ടുണ്ട്. അവരെ പിന്നെ വചനമെന്ന മായമില്ലാത്ത പാല് കൊടുത്ത് സകലത്തിലും ക്രിസ്തു എന്ന് തലയോടൊപ്പം വളർത്തുവാൻ പ്രാപ്തരായ വേലക്കാരില്ലാത്തതുകൊണ്ട് ചെന്നായകളുടെ കയ്യിൽ പിടിപെട്ട് അവരെ ജഡിയന്മാരായി നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇതിൽ നിന്നാണ് കർത്താവ് ഒരു രൂപാന്തരം വരുത്താൻ പോകുന്നത്. ഇതിൽ നിന്ന് വലിയ വ്യതിയാനം കർത്താവ് വരുത്താൻ പോവാ. ഞാൻ എന്റെ സഭയെ പണി. വീണ്ടും കർത്താവ് പറയാ, എന്റെ സഭ പെന്തക്കോസ്തുകാരുടെ അല്ല സഭ, ദൈവസഭ. ക്രിസ്തുവാണ് തല, ദൈവത്തിന്റെ സഭയാണ് ശരീരമാ സഭ. അതിനെ ചൊന്നാക്കയുടെ കയ്യിലാക്കി വെച്ചിരിക്കുക. സത്യവചനം, ലേഖനങ്ങൾ സത്യവചനമാണെന്ന് സഭയ്ക്ക് വെളിപ്പെട്ടു. അനേകർക്ക് വെളിപ്പെട്ടപ്പോൾ ആ വചനം തന്നെ എടുത്ത് അതിനെ തിരിച്ചും മറിച്ചും കോട്ടിയും ആത്മാവിലല്ല ബുദ്ധിയിൽ പറഞ്ഞു കൊടുത്ത് ജനത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഒരു കാലത്ത് സങ്കീർത്തനങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നു പെന്തക്കോസ്തുകാര്. അല്ല, ദൈവ കൽപ്പനകൾ ലേഖനമാണെന്ന് പ്രസംഗിച്ച് ദേവദാസന്മാര് പ്രസംഗിച്ച് അതിൽ കൂടെ ജനത്തിന് വെളിപ്പെട്ട് വന്നപ്പോ സാത്താൻ പുതിയ തന്ത്രവാദിക്കുക. നീ ലേഖനം എടുത്ത് പ്രസംഗിച്ചു. ഈ ലേഖനം എടുത്ത് പ്രസംഗിക്കുന്ന വ്യക്തികളെ നിങ്ങൾ നോക്കിക്കോ. അവർ 101% ജഡിയന്മാരാ, ലോക സ്നേഹികളാ, ദ്രവ്യാഗ്രഹികളാ. അവരെ നോക്കി നിങ്ങളുടെ നടപ്പ് കണ്ട് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മഹത്വം. അവരുടെ നടപ്പെന്ന് നോക്കണ്ട. ഞാൻ ഈ ദിവസങ്ങളിൽ പല കാര്യം കണ്ടു. ലേഖനങ്ങൾ എടുത്ത് പ്രസംഗിക്കുക. ഞാൻ എന്റെ പാസ്വേഡ് നിങ്ങളോട് ആര് പറഞ്ഞു ലേഖനം എടുത്ത് പ്രസംഗിക്കുക? നിൽക്കി അവിടെ ഇരിക്കാൻ പറഞ്ഞു. നിങ്ങൾ എവിടെ നിന്ന് കിട്ടി വചനം? നിങ്ങൾ എങ്ങനെ പഠിച്ചു? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിക്കാത്തക്ക ശിഷ്യരാകണമെന്നാ. എവിടെ നിന്ന് കിട്ടി? ഞങ്ങളെ അനുകരിപ്പിൻ പൗലോസ് പറയും. ഞങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളായി. അപ്പോസ്തലന്മാരെ അനുകരിച്ചോ എന്ന് ഞാൻ ചോദിച്ചു. എങ്ങനെ അനുകരിക്കണം എന്നോടെ പറയുന്നു? ഞങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളെ അനുകരിക്കും. എങ്ങനെ അവിടെ അനുകരിക്കണമെന്നുണ്ട്? ഞങ്ങൾ പറഞ്ഞ പ്രമാണം അനുസരിച്ച് നടക്കുന്നവരെ കുറിച്ചുള്ളത്. അങ്ങനെ ഈ അപ്പസ്തോലോപദേശ പ്രകാരം ജീവിക്കുന്ന പെന്തക്കോസ്ത് കൂട്ടത്തിൽ നിന്ന് വേർപെട്ട് നിന്ന ഏതെങ്കിലും ദേവദാസന്മാരുടെ കീഴ്പ്പെട്ട് വചനം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എന്തിനാണ് പാസ്റ്റർ പ്രസംഗിക്കുന്നത്? കർത്താവ് തന്നു, ദൈവം തന്നു, തരത്തിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് ജന ആത്മീയരാകും. അതുകൊണ്ട് ആ സഹോദര പാസ്റ്റർ ഇപ്പോഴത്തെ അവരുടെ ലോക സ്നേഹം പോകാത്തൊന്നും പറയാം. തിരിച്ചുണ്ടാകും. എനിക്കിപ്പോ അങ്ങോട്ട് ദേഷ്യം മാനസാന്തരപ്പെട്ടു. ഒറ്റ പ്രസംഗത്തിൽ മാനസാന്തരം തെറ്റിപ്പോയി. ഇനി ഞാൻ പറഞ്ഞ സഹോദരൻ ലേഖനം പ്രസംഗിക്കേണ്ട, തൽക്കാലം പറ്റുമെങ്കിൽ കേൾക്കാൻ പറഞ്ഞു. നിങ്ങൾ ഈ ലേഖനം പ്രസംഗിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പഴയതും പ്രസംഗിച്ചു, പോയി പ്രസംഗിച്ചോളാം. ലേഖനം ആത്മാവില്ല പ്രസംഗിക്കണം. ആദ്യമേ നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശം സൂക്ഷിക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ നീ ചെയ്താൽ നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ നിന്നെ രക്ഷിക്കുക. അതുകൊണ്ട് ഉപദേശി ആദ്യമേ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. കർത്താവ് വേണേ വേലക്കാരനാക്കും. ഇപ്പൊ എല്ലാവരും വേലക്കാരെ, എല്ലാവരും അപ്പസ്തലന്മാരോ പ്രവാചകന്മാരോ അല്ലല്ലോ. നിത്യജീവൻ പ്രാപിക്കാൻ അപ്പസ്തലനും പ്രവാചകനും ഇടയനോ ആണോ എന്നില്ലല്ലോ. വിശുദ്ധി പ്രാപിച്ചാൽ പോലെ. ഹല്ലേലൂയ.
അതുകൊണ്ട് നിത്യജീവനാണ് നമ്മുടെ പ്രധാനം. ശുശ്രൂഷ രണ്ടാമത്തെയാണ്. ഓട്ടമാണ് പ്രധാനം. ഓട്ടം തികച്ചു എന്ന് അപ്പോസ്തലൻ പറയുന്നു. അതിനുശേഷം വിശ്വാസം കാത്തുകൊണ്ടു. ഓട്ടം തയ്ച്ചാൽ മാത്രമേ നിത്യജീവൻ പ്രാപിക്കൂ. ശുശ്രൂഷ ചെയ്താൽ കിരീടം അവിടെ ചെന്നാൽ കിട്ടും. അത് അവിടെ ചെന്ന് ഓട്ടം തയ്ക്കണം. ഓട്ടം തയ്ക്കണമെങ്കിൽ പ്രമാണം അനുസരിക്കും. കൽപ്പനകൾ അനുസരിച്ച് വിശുദ്ധി പ്രാപിക്കുന്നവർ ഓട്ടം തയ്ച്ചു. അവർക്ക് നിത്യതയിൽ ഇവിടെ ചെയ്ത പണിയുടെ കിരീടം കിട്ടും. ഇനി അവിടെ ചെല്ലുന്നില്ലേ, വിശുദ്ധി പ്രാപിക്കാതെ ഓട്ടം തയ്ക്കാതെ ഇവിടെ കിടന്ന് വേല വേലെന്നും പറഞ്ഞ് നടന്ന ഇവിടെ പൗര്യം കിട്ടും. അതാ കിട്ടുന്നത്. കാരണം കർത്താവിനറിയാം ഇവരാരും അങ്ങോട്ട് ചെല്ലത്തില്ല. പിന്നെ യേശുവിന്റെ പേരിലല്ലേ ഇവർ നടക്കുന്ന പ്രസംഗിക്കുന്നത്. അനേക ജാതികൾ യേശുവിന്റെ പേര് കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കൊടുക്കുന്ന ഇവർക്കെല്ലാം പണം. ഹല്ലേലൂയ. ഓരോരുത്തരൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ 5 ഏക്കർ വാങ്ങിച്ച് 8 ഏക്കർ വാങ്ങിച്ചെന്നൊക്കെ പറയും. എന്തുകൊണ്ട് കൊടുക്കുന്നറിയോ? ഇവരങ്ങോട്ട് ചെല്ലത്തില്ല, യേശുവിനറിയാം. പിന്നെ എന്റെ നാമത്തിൽ ചെയ്യുന്ന കാര്യമല്ലേ. ഇവര് സുവിശേഷം പറഞ്ഞ് യേശുവിന്റെ പേര് പറഞ്ഞ് ഒരാൾ രക്ഷിക്ക 10 പേര് രക്ഷിക്കപ്പെട്ട് വന്നു വിചാരിച്ചു. അതിൽ ഒരാള് സത്യവചനം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് ജീവിച്ചു വിശുദ്ധി പ്രാപിച്ച നിത്യജീവനിലെത്തും. തുടക്കം ഇവിടുന്ന്. ഒരാളുടെ ഒരു ഭൂമിയെക്കാളും വലുതാവും ഒരു ആത്മാവിന്റെ വില. പിന്നെ 10 ഏക്കർ കൊടുക്കുന്നത് തന്നെ. അതുകൊണ്ട് കിട്ടുന്ന പാസ്റ്റർ ഞാൻ പറഞ്ഞു. പാസ്റ്റർ ഇനിയും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രമാണം അനുസരിക്കാൻ തയ്യാറാണോ? ഇത് മുഴുവൻ പൊക്കോളൂന്ന്. കിട്ടിയത് മുഴുവൻ. ഇത് അനീതിയുള്ള മാമോന. അല്ല ഇനിയും വേണോ? ഇനിയും കാര്യം കിട്ടും. ഇങ്ങനെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് നരകത്തിൽ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചാൽ കർത്താവിനോടാണ് വേലക്കാരൻ. സത്യവചനം എടുത്ത് യഥാർത്ഥമായി പ്രസംഗിക്കാതെ ഈ സത്യവചനം പ്രസംഗിച്ചാൽ വേലക്കാരനാകത്തില്ല കർത്താവിന്റെ. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കണം. യഥാർത്ഥമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതിയ ദൈവകൽപ്പനയാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ തന്നെ പ്രസ്താവിക്കണം. അത് പരിശുദ്ധാത്മാവിൽ പ്രസ്താവിക്കണമെങ്കിൽ പ്രസംഗിക്കുന്ന കർത്താവിന്റെ വേലക്കാരൻ അനുസരിച്ച് ജീവിക്കണം. അപ്പൊ വചനം ഒന്ന് ആത്മാവിന്റെ വാളായിട്ട് വരും. അതാണ് വിശുദ്ധീകരണം. ഒരു വ്യക്തിയെ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രസംഗിക്കുന്ന വേലക്കാരുണ്ടാകുമ്പോ ബാംഗ്ലൂർ പട്ടണത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി ആൾക്കാരെ. തമിഴ്നാട്ടിൽ പണി തുടങ്ങുന്നു. ഇത്രയും പ്രസംഗിച്ച് ഇവിടെ ഒന്നും കാണുന്നു. ഇവിടെ തുടങ്ങണം. അത് നിങ്ങൾ വില കൊടുക്കണം. വില കൊടുക്കാതെ പറ്റത്തില്ല. വില കൊടുത്ത് വാങ്ങിക്കാനല്ലേ കർത്താവ് പറഞ്ഞേ. ലോകം, ജഡം, പിശാച് ഇതിനോട് മുത്ത എതിർക്കണം. ഈ ലോകം ഇങ്ങോട്ട് കയറിയ രക്ഷയില്ല. ജഡത്തെ അതിന്റെ രാഗം കൂടെ ക്രൂശിക്കണം. പിശാചിന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ സർവായുധവർഗം. ആ ഒരായുധം പോയ എല്ലാം പോയി. മോനെ സത്യം അരക്കി കെട്ടിയില്ലെങ്കിൽ പോയി. ഇത് കള്ളത്തരം പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് സഹോദരന്മാരെ വഞ്ചിച്ചൊക്കെ നടക്കുന്ന കർത്താവിന്റെ വേലക്കാരെന്ന് പറയുന്നവർക്ക് അവിടെ സത്യം. ആ സത്യമില്ല പിന്നെ ആയുധമില്ല. സത്യമില്ല, നീതിയില്ല. നീതിയില്ല, സമാധാന സുവിശേഷമില്ല. സമാധാന സുവിശേഷം സമാധാനം പോകുമ്പോൾ രക്ഷ നഷ്ടപ്പെടും. രക്ഷ നഷ്ടപ്പെടുമെങ്കിൽ വചനമെന്ന് ആത്മാവിന്റെ പാട് പോകും. ഇല്ല, അല്ലെങ്കിൽ ആത്മാവിനെ പ്രാർത്ഥിച്ച് ജാഗരിച്ചും കൊണ്ടേയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സത്യത്തിന് വിരോധമായി ആരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവന് പിന്നെ ആയുധമില്ല. വെറുതെ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സാത്താൻ അവരുടെ പോക്കറ്റിൽ കിടക്കുക. ഇന്നത്തെ ശുശ്രൂഷകന്മാർ മുഴുവൻ സാത്താനാൽ നയിക്കപ്പെടുന്നവരാ. 99% പെന്തക്കോസ്ത് ശുശ്രൂഷകന്മാര് കർത്താവിനാൽ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരല്ല. മറ്റൊരു സുവിശേഷം അവർ പറയുന്നത്. അപ്പൊ മറ്റൊരു ക്രിസ്തു, മറ്റൊരു ആത്മാവാ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഞങ്ങൾ ഒരാളല്ല, അവരെല്ലാവരും ദൈവത്തിൽ നിന്ന് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാക്ക് കേൾക്കും. ഈ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം കേൾക്കാൻ അനുസരിക്കണം. അനുസരിക്കുന്നവർ ദൈവത്തിൽ നിന്നുള്ളവരാ. അവരിൽ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കും. അല്ലാത്തവരെല്ലാം മറ്റൊരു ക്രിസ്തു, മറ്റൊരു ആത്മാവ് അവിടെ വചനം പോലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന ദൈവസഭയിലുള്ളതെല്ലാം ഏതാ? മുഴുവൻ വചനയുടെ ആത്മാവ്. ജനത്തെ വഞ്ചിച്ചിട്ടിരിക്കും. ഇതിൽ നിന്നാണ് കർത്താവിനെ രക്ഷിക്കേണ്ടത്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കത്തോടെ ഞാൻ പ്രധാന ശില്പിയെ അടിസ്ഥാനമിടുന്നു എന്ന് കർത്താവിന്റെ ദാസൻ പറയുന്നു പൗലോസ്. എനിക്ക് ലഭിച്ച ദൈവകൃപ വെറുതെ അല്ല, അവർക്ക് ദൈവകൃപ ലഭിച്ചവരാ. ഞങ്ങൾക്ക് കൃപ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ വെളിപ്പെട്ടെന്നാ പറയുന്ന പുതിയ നിയമ ശുശ്രൂഷ അവരിൽ കൂടെ. അതുകൊണ്ട് ഞങ്ങൾ വചനത്തിൽ കൂട്ടേക്ക് ഇറക്കാതെ ഉപയോഗം പ്രയോഗിക്കാതെ സത്യം വെളിപ്പെടുത്തി. അതുകൊണ്ട് മനുഷ്യരുടെ ദൈവത്തിന്റെ മുന്നിൽ നല്ല മനസ്സാക്ഷിയുള്ളവരായിരുന്നു അവർ. എന്താണ് അവർക്ക് കൃപ ലഭിച്ചിട്ട് ഒരു മനുഷ്യനെ സകലത്തിനും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനുള്ള വചനം അവരെ ഏൽപ്പിച്ചു.
ക്രിസ്തുവിന് പകരം സ്ഥാനാർത്ഥികളായ ദൈവത്തോട് നിലനിൽക്കുമെന്ന് അവർ അപേക്ഷിക്കുന്നു, ആജ്ഞാപിക്കുന്നു അല്ലേ സഹോദരൻ? ആജ്ഞാപിക്കുന്നു, അപേക്ഷിക്കൽ, ആജ്ഞാപിക്കുക, കൽപ്പിക്കുക. ക്രിസ്തുവിന് പകരം ഞങ്ങൾ പറയുന്നത് കേട്ടോ, അപ്പസ്തലന്മാർ പറയുന്നത് കേട്ടോ എന്ന് അവർ പറയാം. ആ ഉറപ്പ് അവർക്കുണ്ട്. ഈ വിധ ഉറപ്പ് ഞങ്ങൾക്ക് ക്രിസ്തു മുഖാന്തരം ദൈവത്തോടുണ്ട്. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷന്മാർ അവരുടെ കയ്യിൽ ആ വചനം ഏൽപ്പിച്ച് അവരെ പരമേൽപ്പിച്ചു. ഗലീലയിൽ വെച്ച് യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെ പരമേൽപ്പിക്കുക. അന്ന് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ അന്നില്ല എങ്കിലും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 11 പേരെ ഒന്നുള്ളൂ, യൂദ ഇല്ല. 11 പേരെ ഏൽപ്പിച്ചു. പിന്നീട് പൗലോസിനെ കർത്താവ് പിടിച്ചെടുത്തു, ഏൽപ്പിച്ചു. അങ്ങനെ 12 പേരെ ഞങ്ങളെ അവൻ പുതിയ നിയമത്തിന്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷ. ആർക്കെങ്കിലും പുതിയ നിയമ കൽപ്പന അനുസരിച്ചുള്ള ശുശ്രൂഷ ചെയ്യാൻ ദൈവത്തിന്റെ കൃപയാൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ അപ്പസ്തലന്മാരെ അനുകരിക്കണം, ഞങ്ങളെ അനുകരിക്കണം. ഞങ്ങൾ പറഞ്ഞ പ്രമാണം അനുസരിച്ച് നടക്കുന്നവരെ കുറിക്കുള്ളത്. അല്ലാതെ ഇത് വായിച്ചു പഠിച്ച് ഇത് പ്രസംഗിക്കാമെന്ന് വിചാരിക്കുന്ന എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വെറുതെ അബദ്ധം കാണിക്കരുത്. നിങ്ങൾ നശിച്ചു പോകും. ഈ കേൾക്കുന്ന വ്യക്തികൾ, ദൈവങ്ങൾ നശിച്ചു പോവാം. ഇതിനെല്ലാം ഉത്തരവാദികൾ നിങ്ങൾ ദൈവത്തിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അനേകരിക്കുന്ന ലേഖനം എടുത്തിട്ട് സ്വന്തം ഇഷ്ടത്തിന് വചനത്തെ കോട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. അത് മുഖാന്തരം അവർ പണക്കാരായിക്കൊണ്ടിരിക്കുന്നു. ജനം ആത്മീയമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടോ, നിങ്ങളുടെ ശുശ്രൂഷ നിർത്തിക്കോ. ഹല്ലേലൂയ. അവൻ ചിലരെ അപ്പസ്തോലൻ, പ്രവാചകൻ, ശുശ്രൂഷ, ഇടയൻ, ഉപദേഷ്ടാവാക്കി ദൈവമാക്കുന്ന വേലക്കാരൻ. അവരുടെ ശുശ്രൂഷ കൊണ്ട് മാത്രമേ ജനം സകലത്തിലും ക്രിസ്തുവിന്റെ തലയോടൊപ്പം വളർന്ന് തികഞ്ഞവരാകുവാൻ ഇടയാവും. ആത്മീയരാകണമെങ്കിൽ ദൈവവാക്യ വിശുദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന തികഞ്ഞവരല്ല. ക്രിസ്തുവിനെ പിടിക്കപ്പെട്ടവരായിരിക്കും അവര്. ക്രിസ്തുവിനെ പിടിക്കാന്ന് വെച്ച് പിന്തുടരുന്നവരായിരിക്കും. പിന്തുടരാൻ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്താൽ മതി. പിന്തുടർന്ന് മാറണം. നമ്മുടെ പഴയകാല ജീവിതം, പഴയ ചിന്താഗതി, പഴയ പെന്തക്കോസ്ത് പാരമ്പര്യങ്ങളും വിട്. ഇന്ന് വരെ കേട്ട എല്ലാ പ്രമാണങ്ങളും വിട്. സത്യവത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന കേൾക്കാൻ ശ്രമിക്കുക. കർത്താവ് കേട്ടു. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കെത്തവണ ഞാൻ ഒരു പ്രധാന ശില്പിയെ അടിസ്ഥാനമിടുന്നത് പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതി വെച്ചു. അതിന്മേൽ വേറൊരുത്തൻ പണിയുന്നു. അവൻ എങ്ങനെ പണിയുന്നു അവൻ സൂക്ഷിച്ചോളണം. ഇന്ന് പണിയെല്ലാം തെറ്റിച്ചു. അവര് പണിതുപോലെ പണിതില്ല, സ്വന്തം ഇഷ്ടത്തിന് പണിതു. വിവിധ ഉപദേശങ്ങൾ വന്നു. വിവിധ ഉപദേശങ്ങൾ കേട്ട് വിവിധ ആത്മാക്കളായി. ഒരേ ആത്മാവിലല്ല, പരിശുദ്ധാത്മാവിലല്ല. അങ്ങനെ കൂടി വന്നിരിക്കുന്ന കൂട്ടം. ആ കൂട്ടത്തെയാണ് അവിടെ പറയുന്നത് പുല്ലും വൈക്കോൽ, മരം, വെള്ളി, വിലയേറിയ. പുല്ലും വൈക്കോലും കൂടെ ചേരത്തില്ല. പുല്ല് നല്ലതാ, വൈക്കോലിനും ഗുണമുണ്ട്. മരവും നല്ലതാ, അതിന് പല ഉപയോഗങ്ങളുണ്ട്. സ്വർണം, വെള്ളി എല്ലാം നല്ലതാ, വിലയേറിയ കല്ലും നല്ലതാ, എല്ലാം ഗുണമുള്ളതാ. പക്ഷെ തമ്മിൽ ചേരത്തില്ല. ഇതായിരുന്നു സഭയിലിരിക്കുന്നത്. വിവിധ ഉപദേശങ്ങൾ കേട്ടു വരുന്നവർ നല്ല ആത്മീയതയില്ല. പുല്ലുവൈക്കോൽ, മരം, വെള്ളിയ സഭ അതാ. പിന്നെ എങ്ങനെ സഭയെ കർത്താവ് ഇനി പണി എന്നുള്ള ആവശ്യമാണ്, കർത്താവിന്റെ ആവശ്യമാണ്. അല്ല, കർത്താവ് പണി ഈ പുല്ല് വൈക്കോലിനെ എല്ലാം അങ്ങ് മാറ്റും. അപ്പൊ യേശുവിനെ കാണും. ഇപ്പൊ യേശുവിനെ കാണാൻ പറ്റുന്ന പുല്ലും വൈക്കോലെ കാണുന്ന ഒരു സഭയിൽ ചെന്ന ഒരു വലിയ മരം നിന്ന് പ്രസംഗിക്കുന്നു. കുറെ പുല്ലും വൈക്കോലും കല്ലും കൂടിയിരിക്കും. ഇതാണ് സഭ. വലിയ മരം എന്ന് പറഞ്ഞ പാസ്റ്ററെ, അല്ലെ ഒരു വലിയ കല്ല്, അല്ലെ വലിയൊരു പുല്ല്. അതും ഒരു പുല്ല, വിശുദ്ധനല്ല. ഒരു ജഡിയൻ നിന്ന് പ്രസംഗിക്കുന്നു. കുറെ ജഡിയന്മാർ കൂടിയിരുന്ന് യേശു യേശു എന്ന് പറഞ്ഞു പോയി. ഇതാ സഭ. ഇതാ പുല്ല്, വൈക്കോൽ, മരം, വെള്ളി നശിച്ചു പോകുന്നത്. പുല്ല് നശിച്ചു പോകും, വൈക്കോൽ നശിച്ചു പോകും, മരവും നശിച്ചു പോകും, കല്ല് നശിച്ചു പോകും, വിലയേറിയ കല്ലും നശിച്ചു പോകും. വിലയേറിയ കല്ല് തീയിലിട്ട് കൊല്ലം പൂട്ടി ഭസ്മമായി പോകും. സ്വർണ്ണം ഉരുകി പോകും. മരം തീ കണ്ട് കത്തി ചാരമായി പോകും. വൈക്കോൽ അങ്ങോട്ട് കാണിച്ചാൽ മതി. പുല്ലും അതുപോലെ തന്നെ. ഇതെല്ലാം നശിച്ചു പോകുന്നത്. ഈ നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് വരുന്ന അരിഷ്ടന്മാരുടെ കൂട്ടമാണ് ഇന്നത്തെ സഭ. അത് നടത്തുന്ന വലിയൊരു അരിഷ്ടൻ. ആ വ്യക്തിക്കും ഭൂമിയിലെ കാര്യമാണ്. അരിഷ്ടന്മാർ കൂടി വരുന്ന സഭയെ കൊണ്ടുപോകാനുള്ള കർത്താവ് വരുന്നത്. അപ്പസ്തലന്മാർ ഇട്ടിട്ട് പോയ കല്ലവിടെ കിടപ്പുണ്ടെന്ന് യേശു സ്വർഗത്തിൽ. ക്രിസ്തു തന്നെ എഫെസ്യ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ ആ മൂലക്കല്ലിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. ദൈവം പോലും മാറ്റുന്നില്ല. മൂലക്കല്ലായിരിക്കെ നിങ്ങളെ
അപ്പസ്തോലൻ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്നു. അങ്ങനെ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഇവിടെ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണിതു വരുന്നു. ഹല്ലേലൂയ. ഇതാണ് പണി. അപ്പൊ മൂലക്കല്ലിൽ അവിടെ അപ്പസ്തോലന്മാർ പ്രസംഗിച്ചിട്ടു സ്വർഗത്തിൽ. അതിന്റെ മേൽ വന്നവര് പണിത് അവരുടെ ഇഷ്ടത്തിന് പണിതു. അവര് പണിതോടെ പണിതില്ല. അവര് ഉപദേശം പറഞ്ഞ് ജനത്തിന് കൊടുത്ത് ജനം അത് കേട്ട് വിശ്വസിച്ച് വിശുദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്നു. ആ ജനം ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർന്നിരുന്നു. അതായിരുന്നു ആദിമസഭയിൽ. ഇപ്പൊ അത് പോയിട്ട് പുല്ലും വൈക്കോലും മാറിയിരിക്കും. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കൂടി വന്നിരിക്കുന്ന ജനത്തെ കൂട്ടിവെച്ചിരിക്കുന്നു. എന്നിട്ട് അവകാശപ്പെടുന്നു ഞങ്ങൾക്ക് വലിയ കൂട്ടമുണ്ട്. അത് മുഴുവൻ നരകത്തിലേക്ക് പോവുക. അതിനെ നയിക്കുന്ന വേലക്കാരും നരകത്തിൽ, കൂട്ടമായി നരകത്തിലേക്ക് പോകും. അത് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരണം. ക്രിസ്തു തന്റെ മൂലക്കല്ലായിരിക്കെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും പറയുന്ന ക്രിസ്തുവിന്റെ ഉപദേശം കേട്ട് വിശ്വസിച്ച് വരുന്നവർ ക്രിസ്തുവിന്റെ സ്വഭാവവും ദൈവത്തിന്റെ വിശുദ്ധിയും പ്രാപിക്കും. അവർ യേശു എന്ന കല്ലിനോട് യുക്തമായി ചേർന്നിരിക്കും. അതാണ് വിശുദ്ധ മന്ദിരം. അവിടെ ആ ദൈവം വസിക്കുന്നത്. അവിടുന്ന് ദൈവത്തിന് ആരാധന ലഭിക്കും. അത് ബുദ്ധിയിലല്ല, ആത്മാവിനാലാ പണിയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന പ്രവാചകന്മാരും അപ്പസ്തോലന്മാരും ഇടയന്മാരും സഭയോട് വചനം പ്രസംഗിക്കുമ്പോൾ അവരെ കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് രൂപാന്തരപ്പെട്ടു വരുന്നു. അവർ ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കുന്നു, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാകുന്നു. അവർ ക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് ചേർന്നിരിക്കുന്നു. അതാണ് വിശുദ്ധ മന്ദിരമാ സഭ. അതിന്ന് ഭൂമിയിലില്ല. ആ അവസ്ഥയിലേക്ക് കർത്താവ് സഭയെ കൊണ്ടുവരാൻ പോവുക. ഞാൻ എന്റെ സഭയെ പണി. വീണ്ടും വീണ്ടും ആ വചനം വരും. ഞാൻ എന്റെ സഭയെ പണി. കർത്താവ് പണിയും പറഞ്ഞിട്ട് പോയെങ്കിൽ പണിയാൻ പോവുക. കൊയ്ത്ത് വളരെയുണ്ട് സഹോദരന്മാരെ, കൊയ്ത്ത് വളരെയുണ്ട് സഹോദരന്മാരെ ദൈവസഭയെ. എന്നാ വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ യജമാനോട് പ്രാർത്ഥിപ്പിൻ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിൽ ഇന്ന് കർത്താവെ ദൈവസഭയോട് ദൈവത്തിന്റെ കർത്താവിന്റെ വേലക്കാരാവാൻ ആഗ്രഹിക്കുന്നവരെ, കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നവരെ, പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ലോകസ്നേഹം വിട്ടവരെ, ദ്രവ്യാഗ്രഹം വിട്ടവരെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാൻ ദൈവം കണ്ടിട്ടുള്ളവരാണ് കൊയ്ത്തിന്റെ വേലക്കാർ. അവരെ ദൈവം കണ്ടിരിക്കുന്ന അനേകരെ ഇന്ന് ലോകം മുഴുവൻ ദൈവം വിളിച്ച് വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊയ്ത്തിന്റെ വേലക്കാരെ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ പ്രമാണം കേട്ട് വിശ്വസിച്ചനുസരിച്ച് അവർ സഭകളിൽ ഇറങ്ങി സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കും. സഭ മാനസാന്തരത്തിലേക്ക് വരും. എല്ലാവരും അല്ല, കർത്താവ് കണ്ടിട്ടുള്ള ഒരു വേലക്കാര്, കർത്താവ് കണ്ടിട്ടുള്ള ഒരു വിശുദ്ധിയിലേക്ക് വരും. സഭ രൂപാന്തരപ്പെട്ടു വരും. ക്രിസ്തു എന്ന തലയോടൊപ്പം സകലത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന കൂട്ടങ്ങൾ ഉണ്ടാവും. അവിടേക്ക് ജാതികളെ കർത്താവ് വായിക്കും. ആ ജാതികളും കൂടെ വന്ന് ആത്മാവിൽ ആരാധിക്കുന്ന കൂട്ടങ്ങളായി മാറും. ആ അങ്ങനെയുള്ള കൂട്ടങ്ങളെ എടുക്കുവാൻ കർത്താവ് വരാറായി. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് വേണ്ട അവൻ ചിലരെ അപ്പസ്തോലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവാക്കി, ദൈവമാക്കുന്ന വിശുദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന തികഞ്ഞവരെ കിട്ടത്തില്ല. പൗലോസ് അപ്പസ്തോലനും ശുശ്രൂഷ ചെയ്യുമ്പോൾ പറഞ്ഞു ഞാൻ തികഞ്ഞവനല്ല, എന്നാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു. നമ്മൾ അത് ചെയ്താൽ മതി. നമ്മൾ പിമ്പിലുള്ളത് മറന്നിട്ടില്ല. നമ്മുടെ പാരമ്പര്യം വിട്ടിട്ടില്ല. വ്യക്തമായ പാരമ്പര്യം നമ്മൾ വിട്ടിട്ടില്ല. വ്യക്തവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ പഴയ നടപ്പിൽ നിന്നാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. നമ്മളത് വിട്ടിട്ടില്ല. ഇപ്പോഴും നമ്മളിൽ വ്യാജഭാവം, ചതിയും, അസൂയയും, നുണയും ഉണ്ട്. ഇതെല്ലാം വിട്ടിട്ട് വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ നമ്മളത് അനുസരിക്കണമെങ്കിൽ ഇതെല്ലാം വിടണം. ഇത് വിട്ടിട്ട് അത് അനുസരിച്ച് ജീവിച്ച് വിശുദ്ധി പ്രാപിച്ചുകൊണ്ടിരുന്ന കർത്താവിന് ആവശ്യമുണ്ട് തിരഞ്ഞെടുക്കാൻ വേലയ്ക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള വേലക്കാരെ കർത്താവിന് അനേകരെ വേണം. ഒരാളെ പോരാ. ആദിമസഭയിൽ 12 പേരായിരുന്നെങ്കിൽ പിന്നീട് പുറകെ ശുശ്രൂഷന്മാരുണ്ടായി. ഇതുപോലെ തുടക്കത്തിൽ അധികം പേര് കാണത്തില്ല. കുറച്ചുപേരെ രൂപാന്തരപ്പെടുത്തി എടുക്കും. പുറകെ വരും. ഇത് ലോകം മുഴുവൻ ഉണ്ടാവും. ഇത് ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടാവും. ഞാൻ 6 വർഷമായി പറയുന്നത്, ഇപ്പോഴും ശക്തിയോടെ പറയുന്നു. അതിന്റെ ലക്ഷണങ്ങളെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം കേരളത്തിലേക്കും ശക്തി വരും, തമിഴ്നാട്ടിലേക്കും വരും. സൗത്ത് ഇന്ത്യയിൽ ഇവിടുന്നാണ് തുടക്കം. ഹല്ലേലൂയ. ഉറപ്പായിട്ട് പറയാം, നിങ്ങൾ കണ്ടുവല്ലേ, നിങ്ങൾ എല്ലാവരും ജീവിച്ചിരിക്കുക. ആ സമയം ഉണർവ്. ഇവിടെ ഇരിക്കുന്നവരാരും കർത്താവിന്റെ വരവിനും പോകത്തിൽ നിന്ന് എനിക്ക് ഉറപ്പ് കർത്താവ് തരും.
കാരണം കാലം അധികം ഇല്ല. കാലമേറെ ഇല്ലല്ലോ. നമ്മൾ പാടി കാലമില്ല സഹോദരന്മാരെ, അധികം കാലമില്ല. കർത്താവിന്റെ വരവായി. നമ്മുടെ മക്കള്, എന്റെ മക്കള് പോലും കല്യാണം കഴിച്ച് അവരുടെ കൊച്ചുങ്ങളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാലം എല്ലാം കഴിഞ്ഞു. നമ്മളെ കൊച്ചുങ്ങളെല്ലാം പഠിപ്പിച്ച് PhD അതെല്ലാം കഴിഞ്ഞു. ഇപ്പോഴുള്ള കൊച്ചുങ്ങളെല്ലാം വളരെ കഷ്ടത്തിൽ കൂടെ കടന്നു പോകും. ഇപ്പോഴുള്ള ന്യൂ ജനറേഷനിൽ ഒരു 10 വയസ്സ് 15 വയസ്സ് താഴെ വളരെ കഷ്ടത്തിൽ കൂടെ പോകും. ഒരു 10-30 വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ വേണേ രക്ഷപ്പെടാം പ്രമാണത്തിലേക്ക് വന്ന്. കൊച്ചുപിള്ളേർക്കൊന്നും പിടികിട്ടുന്നില്ല. എന്നാൽ വേറൊരു വിഷയമുണ്ട്. ഇന്നത്തെ 1 വയസ്സുള്ള കൊച്ചിനും പഴയ 10 വയസ്സിന്റെ അറിവാണ്. അതാ കൂടുതൽ അപകടമാണ്, വളരെ ഡേഞ്ചറാണ്. അപ്പൊ അവന് അറിവായി, പക്ഷെ അവൻ യേശുവിനെ സ്വീകരിക്കുന്നില്ല, അവൻ നഷ്ടപ്പെട്ടു. വളരെ ഇനി വരുന്ന കാലഘട്ടം ഇനി വളരെ ഫാസ്റ്റായിട്ടാണ് ലോകം പോണം. അടുത്തോണ്ടിരിക്കുക കർത്താവിന്റെ വരവ്. എല്ലാ ലക്ഷണങ്ങളും കണ്ടുകൊണ്ടിരിക്കുക. ഈ കാണുന്ന യുദ്ധങ്ങളും രാഷ്ട്രീയക്കാരുടെ അടിപൊളി എല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണം. ഈറ്റുന്നവന്റെ തുടക്കമായി. ഒരു സഭ എന്ത് ചെയ്യണം? ഒരുങ്ങണം. സഭ ഒരുങ്ങണമെങ്കിൽ ലോകസ്നേഹം വിടണം. ഇത് സഭ ലോകത്തിൽ പോയി. വേലക്കാര് മുഴുവൻ ലോകത്തിൽ പോയി. ദ്രവ്യാഗ്രഹികളായി പോയി. സകലവിധ ദൂഷ്യത്തിന് മൂലം ദ്രവ്യാഗ്രഹം. ഇത് ചിലർക്ക് ആവശ്യിച്ച് വിശ്വാസം വിട്ടൊഴുന്നു. വിശ്വാസം വിട്ടുപോയി. അവരുടെ വിശ്വാസം അവരുടെ ധനത്തില്ല, അവരുടെ പ്രത്യാശ അവരുടെ ധനത്തില്ല, അവരുടെ കഴിവില്ല. ഒരു വിശ്വാസമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്തല്ല ജീവിക്കുന്നത്. പണം ആശ്രയിച്ചതല്ല, ലോകത്തിന്റെ ഒന്നിലും ആശ്രയിച്ചല്ല നമ്മൾ ജീവിക്കണ്ടേ. വിശ്വാസത്താൽ. എന്തായിരിക്കണം നമ്മുടെ വിശ്വാസം? എന്റെ രക്ഷകൻ സർവപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ രക്ഷകനാണ്. ആ രക്ഷകനെ എന്നെ രക്ഷിച്ചിരിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? അതിന് അടിയുറച്ച വിശ്വസിക്കുക. എന്നെ ഒരു പാസ്റ്ററിനെ രക്ഷിച്ചു, എന്റെ യേശു എന്നെ രക്ഷിച്ചു, ഒരു വ്യക്തി എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് ആ യേശു പറയുന്ന യേശുവിന്റെ ഉപദേശവും കൽപ്പനയാണ് അപ്പസ്വലന്മാർ പറയുന്നത്. അതിന് വിപരീതമായി ഞങ്ങളാട്ടെ സ്വർഗത്തിലെ ദൂതന്മാരാട്ടെ മാറ്റി പറഞ്ഞാൽ ശപിക്കപ്പെട്ടു. അങ്ങനെ ശപിക്കപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് സഭയായിരിക്കുന്നു. വളരെ സൂക്ഷിച്ചോണം. ലേഖനം എടുത്ത് പറഞ്ഞിട്ട് അതിനെ മറിച്ച് കോട്ടി അവർക്ക് തന്നെ നാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന വേലക്കാർ അനേകരുണ്ട്. ഇപ്പൊ നമ്മുടെ ഇടയിൽ അപ്പച്ചനിൽ നിന്ന് കേട്ടുപോയവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു വിപരീതവും. അപ്പച്ചന്റെ കൂടെ നടന്ന് വർഷങ്ങൾ നടന്നിട്ട് ഇപ്പൊ അപ്പച്ചൻ പറഞ്ഞതിന് എതിര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പച്ചനെതിരല്ല, വചനത്തിന്, ദൈവത്തിന്. അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചോളൂ. നായ്ക്കളെ സൂക്ഷിച്ചോളൂ. നായ്ക്കൾ എന്നാ അവരെ പറയുന്നത്. അതായത് ഒരു കാലത്ത് അനുസരിച്ചിരുന്നു, പിന്നെ അനുസരിക്കാതെ പോകുന്നു. അതെന്നായി ഛർദിച്ചതിൽ നിന്ന് കളഞ്ഞതെടുത്തു. ഒരു കാലത്ത് എല്ലാം വിട്ടു, ലോകം വിട്ടു, ലോകസ്നേഹം വിട്ടു, ദ്രവ്യാഗ്രഹം വിട്ടു വന്നു. പക്ഷെ ഇപ്പൊ അതെല്ലാം തിരിച്ചെടുത്തോണ്ടിരിക്കുക. നായ്ക്കളെ സൂക്ഷിച്ചു. ഈ ലേഖനങ്ങൾ TC ജോർജിൽ നിന്ന് കേട്ട്, TC ജോർജ് പാസ്റ്ററിൽ നിന്ന് കേട്ട്, വർഷങ്ങൾ കേട്ട് ഒരു കാലത്ത് അതിനുവേണ്ടി ഇറങ്ങി, പിന്നെ അത് വേണ്ടെന്നും പറഞ്ഞു. ആ വ്യക്തിയെ തള്ളിക്കളഞ്ഞു. അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകരെ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അവരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന നായ്ക്കളെ സൂക്ഷിച്ചു. നായെന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ച് തിന്നുന്നു. ഒരു കാലത്ത് കളഞ്ഞത് വീണ്ടും എടുത്തു. അവരെ സൂക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈ ചെറിയ കൂട്ടത്തോട് പറയാം. അവരെ സൂക്ഷിച്ചു. എല്ലാവരും ലേഖനം പറയുന്നു, എല്ലാവരും അപ്പച്ചന്റെ ശുശ്രൂഷകന്മാരായിരുന്നല്ലോ എന്ന് വിചാരിച്ചു അവരെല്ലാം കൂടെ പോയി. ഇല്ലേ, അവർക്ക് മറ്റൊരു ശുശ്രൂഷ മറ്റൊരു ആത്മാവിൽ അങ്ങ് പോയി. നമുക്ക് അവരെ വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കാം, കർത്താവിന്റെ കാരണം എന്നെ കൊണ്ടുവരട്ടെ. പക്ഷെ ഒരു വിഷയം അവിടെയും കിടപ്പുണ്ട്. ഒരു കാലത്ത് ഇതെല്ലാം കേട്ട് ഞാൻ അയച്ചവരെ തള്ളിക്കളഞ്ഞ എന്നെ തള്ളിക്കളഞ്ഞു. എന്നെ അയച്ച പിതാവിനെ തള്ളിക്കളഞ്ഞു. അപ്പനെ ജീവിച്ചിരുന്നപ്പോ അപ്പച്ചനോട് എതിരിൽ നിന്നു. മരിക്കുന്നതിന് മുമ്പ് ക്രമീകരണം പ്രാപിച്ചില്ലേ, പിന്നെ അവരെ നമുക്ക് ഒന്നും ചെയ്യാം. ആരും പ്രാർത്ഥിച്ചത്. അങ്ങനെയുള്ളവരുണ്ട് നമ്മുടെ സൂക്ഷിച്ചോളണോ? എല്ലാവരോടും പറയും, ഞാനത് സൂക്ഷിച്ചില്ല. അല്ലേ സ്വന്തം അങ്ങനെയുള്ളവരെ ഇവിടില്ല. ഇവിടെ ഞാൻ ഇവിടെ വരുത്തില്ല, സംസാരിക്കാനേ പറ്റും. പ്രൈസലോ. കൈവിടപ്പെട്ട സഭയിൽ എല്ലാ ക്രിസ്ത്യാനിയും കാണും, പേരുകൊണ്ടുള്ളവരെല്ലാം കാണും, ബന്ധുക്കൂട്ടുകാരും.
അവന് അതൊക്കെ വരുമാനം സുഖിച്ചിട്ടാണ് അതിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. അതിന് പോകരുത്. നമ്മളത് കേട്ടില്ലേ? ഞാനിത് വാശിയോടെ പറഞ്ഞത് കാരണം എനിക്ക് അത് പിടികിട്ടില്ല. സമ്പത്ത് എനിക്കിന്ന് ഭൗതികമായി എന്തെല്ലാം നഷ്ടങ്ങളുണ്ടെങ്കിൽ പണമായിട്ടല്ല, പല കാര്യങ്ങളും എനിക്ക് നേടാൻ പ്രമാണത്തിൽ വന്ന ശേഷം. കാരണം സാധാരണ നേടാൻ റെഡിയായിരുന്നു. വേണേ എന്നെ പെന്തക്കോസ്തുകാർ വലിയൊരു പാസ്റ്റ് ആക്കി വെച്ചത് അതൊക്കെ ഓഫർ വന്നതാണ്. എന്റെ സഹോദര എനിക്ക് ഈ ലോകത്തിൽ പോയാൽ നിങ്ങളുടെ എനിക്ക് നരകത്തിൽ പോകാം. അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കൂടെ ഞാൻ നരകത്തിൽ പോയത് അല്ല, നിങ്ങൾ ഇങ്ങോട്ട് പോകാം. എന്നോട് വേണ്ട കൂടി, ഞാൻ നിങ്ങളോട് കൂടി. അപ്പൊ ഇത് തന്നെ പ്രസംഗിച്ചു. ഇതേ പ്രസംഗിച്ച് ഞങ്ങളോട് നിൽക്കുക. പ്രൈവറ്റ് കമ്പനി അച്ഛൻ ഞങ്ങൾ ഏറ്റവും പോകുന്ന ആളാണ്. ഉടനെ വിടുക അമേരിക്കയിൽ. എങ്ങനെയുണ്ട് എന്റെ മോനെ നരകത്തിൽ പോകുന്നില്ലെന്നല്ല, നീ പോണേ പോകുന്നു. ഞാൻ അവസാനം ദേഷ്യം ജഡത്തിൽ എന്നോട് കൂടുക. എനിക്ക് മടുത്തു. ചെറുപ്പക്കാരനാണ്. എന്നെ പാസ് അയച്ച ഒന്ന് കാണാൻ ആ പൈസ മോനെ ഇനി എന്റെ പഴയ സ്വഭാവം ഞാൻ തമാശി പറഞ്ഞു കണക്കുട്ടി കണ്ട അവൻ ചിരിച്ചോണ്ട് പറഞ്ഞു. പിന്നെ അവൻ ഇറക്കി വിട്ടു. 2 പ്രാവശ്യം എടുത്തു. പാസ് പറഞ്ഞു, പാസ് വന്ന് കാണാം. അച്ഛൻ എടുത്തു ഇങ്ങോട്ട് കുരിശല്ല പാസ്. ഞാൻ പറഞ്ഞു അച്ഛൻ അവൻ ഇങ്ങോട്ട് വലിയ എത്ര പൈസ അമേരിക്കയിൽ വിടാണ്. എന്റെ പറയാ നരകത്തിലെ ഇപ്പൊ എനിക്ക് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സത്യം പറയുന്നോട് കർത്താവ് വരുന്നതിന് അവരെ എനിക്കുള്ള പല അസുഖം. ഞാൻ എന്റെ കർത്താവിനെ ആശ്വസിക്കാത്തല്ലേ, ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞില്ല. എനിക്ക് രോഗികൾക്ക് സൗകര്യങ്ങളുണ്ട്. ഞാൻ രോഗികളെ ഞാൻ പോകത്തില്ല. കർത്താവിനോട് പറഞ്ഞു നീ പോകണ്ട. അങ്ങനെ എനിക്കൊന്നും രോഗം പ്രഷർ ഷുഗർ എനിക്ക് അത് ഞാൻ ചെക്ക് ചെയ്യില്ല. കൊളസ്ട്രോൾ ഇല്ല. അതിന് വലിയ നാരായണ എന്റെ വൈദ്യുതി ഒരു 6-7 വർഷമായി. എന്നാ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ആരോഗ്യവാനായിട്ട് അസുഖം പോകത്തില്ല. എന്റെ മക്കൾക്കറിയില്ല. അവരോട് പറയാം. മക്കൾക്കറിയില്ല, ഭാര്യക്കറിയില്ല. എനിക്ക് കർത്താവ് വെളിപ്പെടുത്തല്ല, ഡോക്ടർ വെളിപ്പെടുത്തിയല്ല. എനിക്ക് ഇന്നലെ എനിക്ക് മനസ്സിലായി. നീ എന്തുകൊണ്ടാണ് അതേ ഡോക്ടർ എന്റെ ഏജ് വരെ കർത്താവിനോട് പറഞ്ഞു ഇത്ര വർഷം അതൊന്നും ആയിട്ടില്ല, കുറച്ച് അടി കിട്ടാൻ. അപ്പൊ ഞാൻ പറയാനാണ് അടി കിട്ടുന്നു. ഇതിനോട് നിൽക്കുന്നത് എല്ലാം നടക്കാൻ പോവാ. അടി കിട്ടണോ നമ്മുടെ സീക്രട്ട് കണ്ടതല്ലേ വന്നത് കേട്ടത് തുടക്കം. നീ കണ്ടു കൂട്ടും അതുണ്ടോ കിട്ടും. അതെല്ലാം അത് നമ്മുടെ കൂടെ കുറച്ച് അങ്ങനെ കാര്യം പോയി. എറണാകുളത്ത് അത് വരുന്നുണ്ട്. എറണാകുളത്ത് അങ്ങനെ പിടിക്കുന്നത്. എറണാകുളം കേരളത്തിൽ അവിടെ ഇവിടെ മൂത്ത നമ്മൾ പാലും പിടിക്കും. അവരെ കർത്താവ് പിടിക്കുന്നു. അല്ലേ അവൻ നമുക്ക് നമ്മൾ തീരുമാനം ഞാൻ കർത്താവിനെ എനിക്ക് വേണ്ടി വിശ്വാസം ചെയ്യും. എന്റെ വിശ്വാസം അല്ലെങ്കിൽ പ്രസാദം ഇല്ലതല്ലേ. വിശ്വാസം ജീവിതത്തെ ദൈവം സാധിക്കുന്നില്ല. എങ്കിൽ അവന്റെ എന്റെ ഉള്ളിൽ പ്രസാദമുണ്ടെന്നല്ലേ പറഞ്ഞ പോലെ അല്ലേ? അല്ലെന്ന് പറയാ എന്റെ നീതിമാൻ വിശ്വാസം ജീവിക്കും എങ്കിൽ എന്റെ ഉള്ളിൽ പ്രസാദം. അപ്പൊ വിശ്വാസം ജീവിച്ചില്ലെങ്കിൽ പ്രസാദം ഇല്ല. ദൈവം പ്രസാദം ഇല്ലാതെ ദൈവം നമ്മളെ പ്രസാദിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ജീവിക്കണം. എല്ലാം വിശ്വാസം നമ്മളെ പോക്കും വരവും നമ്മൾ വിശ്വാസം ജീവിക്കാൻ നല്ല ബലമാണ്, നല്ല സമാധാനമാണ്, നല്ല ഉറപ്പാണ്, നല്ല ഉറക്കം. ഉറക്കത്തിന് ഒരു കുഴപ്പമില്ല. കടന്ന ക്ഷീണമുണ്ട്. അപ്പോ ആലോചിച്ചൊന്നും കിടക്കാത്ത കുഴപ്പമുള്ളൂ. പിന്നെ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവിന്റെ വേദനയ്ക്കും അതിനും ബലമാണ്.
ഞാനിത് തമിഴ്നാട്ടിലാണൊക്കെ പോകുന്നത് ബാംഗ്ലൂരിലൊക്കെ വന്നിട്ട് ഒരു മണിയാണ് രാവിലെ അവിടെ ഒരു സീനുമില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ വ്യക്തിപരമായ കാര്യം, ഭൗതികമായ കാര്യം വീട്ടിൽ അരി മാറ്റാൻ പച്ചക്കറി വേറൊരു വ്യക്തിയുടെ ഭൗതിക കാര്യം പോകാൻ മക്കളുടെ പോയി പോകുന്നത് പോയാ അപ്പ ക്ഷീണമാണ്, ടയർഡാണ്. കർത്താവിന്റെ പണിക്ക് എത്ര നേരം വേണമെങ്കിൽ പോകും, രാത്രി പോകുമ്പോൾ രാവിലെ ചെറിയ കാര്യം അനുവദിക്കുന്നുണ്ട്. ഈയിടെയാവും ഒരു വർഷം അതിനുമ്പൊക്കെ ചെയ്യാറ്. ഇപ്പൊ എനിക്ക് ഭൗതിക കാര്യം സാമ്പാസ് തന്നെ പറയാം. നമ്മള് നിയമക്കാണ്, ഞാൻ സമാധാനം ഇങ്ങനെയൊക്കെ അതെ അവിടെ സ്ഥലം ഉണ്ടായി കര ഉടയ്ക്കാനുണ്ട്. ഞാൻ വരില്ല, വന്നാൽ എനിക്ക് എ സി കാരൊക്കെ ഉണ്ട്, എങ്ങനെയുണ്ട് ഞാൻ എല്ലാം ടെസ്റ്റ് ചെയ്ത് അനുഭവം ഇവിടുന്ന് ആ വണ്ടി ട്രെയിനിൽ കയറി തിരുവനന്തപുരം 38 കഴിഞ്ഞ 2038 ഡിഗ്രിയാണ്. അത് ബാംഗ്ലൂർ 24 വെച്ചു, അവിടെ 38. എത്ര ഡിഗ്രി വ്യത്യാസം. അങ്ങോട്ട് ഇറങ്ങി തീക്കാതെ ഇറങ്ങുന്നുണ്ട്. ഒരു കുഴപ്പം പറ്റില്ല. 3-4 ദിവസം അവിടെ നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിൽ വരുമ്പോൾ വേറൊരു സാധനം അവൻ നടക്കുക. ഇവിടെ വന്നപ്പോ മഴ, അവിടെ പോയി ഇവിടെ വന്നപ്പോ മഴയെ ഒരുപാട് വേറെ ആദ്യം അവിടെ വേറെ പഠിക്കാൻ പോകുന്നില്ല. വേറെ പഠിക്കുവാൻ അത് എന്റെ ഭാര്യ ഞാൻ വന്നു, നീ വേറെ പലരും പറഞ്ഞ അവിടെ പോയി അങ്ങനെ ആദ്യം എനിക്ക് ബലം. അപ്പൊ ഇനി ഈ ഉപയോഗത്തിന് മാത്രമേ ഉള്ളൂ വേറെ പണിയൊന്നും അപ്പത്തിനേക്ക് അവസാനം ആദ്യം അപ്പത്തിനിടയ്ക്ക് പോവുമായിരുന്നു. അതിനവിടെ തട്ടി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാജമാമ്മയുടെ ഉമ്മമ്മയുടെ ഒക്കെ ഓരോ ഭൗതികാര്യത്തിന് പോകും. ഞാനും അപ്പത്തിനോട് ചോദിക്കുന്നു, അപ്പൊ അതിന്റെ ഇഞ്ചക്ഷൻ ഇവിടെ കിട്ടുന്നു ഏതായാലും പോകും. വന്നു കഴിയുമ്പോൾ കൊടുക്കും. ക്ഷീണോ കിടപ്പാണ്. ഇങ്ങനെയാണ് ഞാൻ പോകണ്ടായിരുന്നു. ഞാനോട് പറഞ്ഞു ഇപ്പൊ ക്ഷീണം എന്താ എന്നെ ഇത് ഗുരുവിന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പഠിച്ചു. ഇതെല്ലാം അനുഭവം ചെയ്യാൻ പാടില്ല. നമ്മളെ വചനം ദൈവം എത്തിച്ചെങ്കിൽ വേദം തരും, ക്ഷീണമില്ല, സമാധാനം തരും, സൗഖ്യം തരും. വേറെ കാര്യം ഞാൻ അനുഭവിക്കും. നമ്മൾ എവിടെ ചെന്നാലും അറിയാതായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും വണ്ടി സീറ്റ് കഴിക്കും, ട്രെയിൻ സീറ്റ് കഴിക്കും, ബസ് സീറ്റ് കഴിക്കും, എല്ലാം കർത്താവ് ചെയ്യും. അതെല്ലാം ഒരു ആ ജീവൻ ഭക്തി ജീവൻ നമ്മൾ ഇത്ര വയസ്സുള്ളവരല്ലേ നിന്ന് പോകാൻ പറ്റും. ഒത്തിരി അതെ നമ്മൾ സീറ്റ് ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ കരുതണ്ട. റിസർവേഷൻ ഇല്ല, പോകുന്നില്ല, കയറി കഴിയുമ്പോൾ റിസർവേഷനിലെ കാര്യം പോവാം. കർത്താവ് കരുത് കരുതുന്നാകെ എല്ലാ കർത്താവും ചെറിയ കാര്യങ്ങൾ. ഞാൻ എപ്പോഴും മെട്രോ യാത്ര ചെയ്യുന്നതാണ് അവിടെ മെട്രോ. പിന്നെ കണ്ടാണ് ആരെങ്കിലും ഇരുന്നിട്ടുണ്ട്. ഞാൻ കണ്ടുകൊണ്ട് തിരിച്ചു കർത്താവ് വരുന്നില്ല. 1 മണിക്കൂറൊക്കെ ഞാൻ പറഞ്ഞു നമ്മൾ പ്രമാണത്തിന് വേണ്ടി മക്കളുടെ കാര്യം, വീട്ടിലെ ഭൗതിക കാര്യം, നമ്മുടെ സ്വന്തം കാര്യം നമ്മളൊന്നും ചെയ്യില്ല. ഞാനീ പോകുമ്പോൾ ഒരു ട്രോളി ബാഗ് എനിക്കറിയില്ല. ഞാൻ തന്നെ തോന്നുന്നു ചിലപ്പോ ഇറങ്ങുമ്പോ ആരെങ്കിലും എന്തെങ്കിലും അതെനിക്ക് മനസ്സിലായി. കർത്താവ് ചില സമയത്ത് ഇപ്പോഴെങ്കിലും കുഴപ്പമില്ല. ചില സമയത്ത് ഭയങ്കര എവിടെയെങ്കിലും കർത്താവിന്റെ വഴിക്ക് പോകുന്നത് സ്റ്റാർട്ട് ചെയ്യും പോകാതിരിക്കാൻ. ഞാൻ പോയി എന്തോ കുഴപ്പമുണ്ടോ അവിടെ? അത് എന്ത് വേണാകാം. ഇത് കുഴപ്പം വന്നാൽ ഇത് ചർച്ച പോയില്ലേ. അനുഭവങ്ങൾ
അവർക്കാണ് ജീവിതത്തിൽ വിശുദ്ധിയുള്ളത്. ശരീരങ്ങളെ ജീവൻ വിശുദ്ധി ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. നമ്മുടെ യാഗമാകുന്ന സ്തോത്രം, പുതിയ നിയമസഭയുടെ സ്തോത്രം യാഗമാകണമെങ്കിൽ, ദൈവം യാഗമായി സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയുള്ളത്. ലോകത്തിൽ അനിലുമായി പോയാൽ വിശുദ്ധി പ്രാപിക്കില്ല. ലോകത്തിന് അനിലുമായി പോയിരിക്കുന്ന സഭ, സഭയുടെ ഇന്നത്തെ സഭയുടെ ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം സഭ ലോകത്തിന് അനുരൂപമായി പോയി. ദാസന്മാരെ, ദൈവമക്കളെ, ദൈവസഭയെ, ഈ സത്യം അറിഞ്ഞ് നമ്മൾ ഇനി ലോകത്തിന് അനുരൂപരാകരുത്. നമ്മുടെ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടുത്തണം. നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. നമ്മൾ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കണം. അതിന് പിമ്പുള്ളത് മറക്കണം. പിമ്പുള്ളത് മറക്കണം. നമ്മുടെ പാരമ്പര്യങ്ങൾ വിടണം. നമ്മൾ രക്ഷിക്കപ്പെട്ട വർഷങ്ങളായി ഇന്ന് വരെ ജീവിച്ചത് കർത്താവിനെ ആശ്രയിച്ചാണോ? പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ ആശ്രയിച്ചാണോ? അതോ നമ്മൾ ജഡത്തിൽ ആശ്രയിച്ചാണോ ജീവിച്ചത്? നമ്മുടെ കഴിവുകളിൽ ആശ്രയിച്ചാണോ നമ്മൾ ജീവിച്ചത്? നമ്മുടെ ധനത്തിലും ശക്തിയിലും ആശ്രയിച്ചാണോ നമ്മൾ ജീവിച്ചത്? നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ആശ്രയിച്ചാണോ നമ്മൾ ജീവിച്ചത്? നമ്മുടെ മറ്റു സുഹൃത്തുക്കളെ, സഹോദരന്മാര്, നമ്മുടെ അപ്പനമ്മമാര്, നമ്മുടെ പാരമ്പര്യത്തിലൊക്കെ ആശ്രയിച്ചാണോ നമ്മൾ ജീവിച്ചത്? ഇതെല്ലാം നമുക്ക് വിടാം. ഇതെല്ലാം വിട്ട് യേശുവിന്റെ അപ്പസ്തലന്മാരുടെ പാരമ്പര്യത്തിലേക്ക്. അവരുടെ പാരമ്പര്യം എന്താണ്? അവർ ലോകത്തെ വെറുത്തവരാണ്. ലോകസ്നേഹം വിട്ടവരാണ്. അവർ ദ്രവ്യാഗ്രഹം വിട്ടവരാണ്. ദ്രവ്യാഗ്രഹത്തിന്റെ കവശലവാക്കി പറഞ്ഞു. ഇതെല്ലാം വിട്ടെങ്കിൽ മാത്രമേ യേശുവിനെ യേശുവിനെ അനുകരിക്കണമെങ്കിൽ ഇതെല്ലാം വിടണം. വീട്ടിലുള്ളതെല്ലാം മറന്നു. സ്ഥാനപ്പെട്ട ഒരു സഭയുടെ ഒരു കൂട്ടത്തിന്റെ അംഗമായിട്ട് ജീവിച്ചു. അതെല്ലാം വിട്ട് കർത്താവിന്റെ ശിഷ്യന്മാർ, അപ്പസ്തലനായിരുന്ന ദൈവസഭയുടെ അപ്പസ്തലന്മാരായിരുന്ന ശ്രേഷ്ഠ അപ്പസ്തലന്മാരിൽ കൂടെ കേട്ട് വിശ്വസിച്ച അല്ലെ നമ്മുടെ ഗുരുവായിരുന്ന ദൈവദാസനത്തോടെ നമ്മൾ കേൾക്കുവാൻ കഴിയും. അതനുസരിച്ച് ദൈവം വേർവിട്ടാണ് ഇന്ന് ലോകത്തോട്. ലോകത്തോട് വേർവിട്ടല്ലെന്ന് നമ്മൾ കണ്ടതല്ലേ? ലോകസ്നേഹമെല്ലാം പോയില്ലേ? മക്കളുടെ പാരമ്പര്യം എല്ലാം പോയില്ലേ? പിതൃപാരമ്പര്യം എല്ലാം വിട്ടല്ല നിന്ന് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യല്ലായിരുന്നു ലോകത്തോട്, ജഗത്തോട്, പിശാചിനോട്. നമ്മൾ അവരെ അല്ലെ കുറുക്കുന്ന ദേവദാസനെ കുറുക്കുന്നതാണെന്നെങ്കിൽ അവരൊക്കെ നമ്മൾ അവരുടെ കുറവുകൾ ഉണ്ടായിരുന്നിരിക്കാം മാനുഷികമായി. അത് കർത്താവല്ല രൂപാന്തരപ്പെടുത്തി ശുദ്ധീകരണം പ്രാപിച്ച അദ്ദേഹത്തെ കർത്താവ് മാനുഷികമായ കുറവുകൾ നമുക്കുണ്ട്. നമുക്ക് ഒന്നാണെങ്കിൽ വേറെ എനിക്കൊരു കുറവാണെങ്കിൽ കുട്ടപ്പഞ്ചായത്തിന്റെ സംഭാഷണം വേറൊരു കുറവായിരിക്കും, പവറിൽ വേറൊരു കുറവായിരിക്കും. എല്ലാവർക്കും കുറവുണ്ട്. തിരിഞ്ഞവരല്ല, തിരിഞ്ഞവർ നിരൂപിക്കുന്നില്ല. പിടിക്കപ്പെട്ടവരാണ്, പിടിക്കാവുന്ന പിന്തുടരാൻ പഴയതെല്ലാം വിടണം. പാരമ്പര്യവും പിതൃപാരമ്പര്യവും പഴയ സ്വഭാവം, പഴയ ചിന്തകളും എല്ലാം വിടണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമായ പാരമ്പര്യങ്ങളും ചിന്തകളും എല്ലാം വിട്ടിട്ട് ലോകസ്നേഹവും ജലീസ്നേഹവും ബുദ്ധിവർന്നുള്ള ജീവിതവും എല്ലാം വിട്ടിട്ട് അപ്പസ്തലന്മാരെ അന്ത്യം മാത്രമേ അവരെ അനുകരിക്കാൻ. അവരങ്ങനെയുള്ളവരായിരുന്നു. അവരെല്ലാം വിട്ടവരായിരുന്നു. അങ്ങനെ വിട്ട ദൈവദാസൻ അവസാനം പറഞ്ഞു, ഞാൻ എന്റെ ഓട്ടം ചെയ്തു. എന്റെ വിശ്വാസം ഞാൻ ഇനി നീതിയുടെ കിരീടം എനിക്കായി നീതിമാനായ പിതാവ് ആ ദിവസത്തിൽ. അതെനിക്ക് മാത്രമല്ല, ഇതേ പ്രത്യാശ അവരെ ഓട്ടം തികച്ചെന്ന് അപ്പസ്തലൻ പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞ അതേ പ്രമാണം അനുസരിച്ച് ആര് ജീവിക്കുന്നു അവർക്കും ഓട്ടം തികയ്ക്കാൻ പറ്റും. അവർക്കും അത് ഉറപ്പോടെ പറയാൻ പറ്റും, ഞാൻ എന്റെ ഓട്ടം തികച്ചു. വിശ്വാസം കാത്തു. നീതിയുടെ എനിക്കായി ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് കാണിക്കണമേ. കർത്താവ് മോശക്കാരായി പോകാനുണ്ട്. അപ്പുറം
പ്രമാണമനുസരിച്ച് ജീവിച്ചുകൊണ്ട് കർത്താവേ ഓട്ടം തികച്ചു എന്നുള്ള വിശ്വാസത്തിൽ ഇവിടുന്ന് കടന്നു പോവുക, ഉറപ്പിനിവിടുന്ന് പോവുക. കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ചിലരെങ്കിൽ തീർന്ന് വലിച്ചെടുക്കാനുള്ള ദൈവകൃപ വ്യാപരിക്കണമേ. ഹല്ലേലൂയ. സമാധാനമുള്ളവരാണ് ഈ ഭൂമിയിലായിരിക്കുവാൻ സഹായിക്കണം കർത്താവ്. എല്ലാവരുടെയും കുടുംബങ്ങളെ ഞങ്ങളുടെ വചനം കേട്ട അനേകരുണ്ട് ഈ പ്രദേശത്തും മറ്റു സ്ഥലം. അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ആരും നശിച്ചു പോലെ സത്യം കേട്ടവർ അനേകരും ആരും നശിച്ചു പോകാൻ തമിഴ്നാട്ടിനായി സ്തോത്രം, കേരളത്തിനായി സ്തോത്രം, കർണാടകയ്ക്കായി സ്തോത്രം, ഞങ്ങളുടെ ദൈവസഭകൾക്കായി സ്തോത്രം. തികഞ്ഞ വേലക്കാരെ ഒരുക്കിയെടുക്കാൻ പോകുന്നതിനായി സ്തോത്രം, ചെന്നായുടെ ഇടയിൽ ആട്ടുകൂടത്തെ പിടിച്ചെടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah.